എന്താ പരിപാടി? പളനിക്ക് പോവാ. പോയിട്ട് വരാമേ. കഴിച്ചിട്ട് പോകാം. 10:45 ട്രെയിന്. അപ്പം ദോശ കഴിച്ചിട്ട് പോവാം. ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ, ചേട്ടന്, അമ്മ, പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ്, പിന്നെ അതിലൊരാളുടെ ഫാമിലി. എന്തിനാ പോകുന്നേ? ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ്റെ തലമുടി മുട്ടയടിക്കണം, കുഞ്ഞിൻ്റെ. അതുപോലെ തന്നെ ആ ഫ്രണ്ടിൻ്റെ മോന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ പളനി കൊണ്ടുപോയി മുട്ടയടിക്കാമെന്ന് നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ചെയ്യണം. അപ്പോൾ നമുക്ക് പോയാലോ? പോവാ, പളനിക്ക് പോവാ. പോയിട്ട് വരാം. മുമ്പിലെ താഴൂരമ്മയ്ക്ക് കാണിക്കേറ്റിട്ട് പോവാം. താഴൂര് വെയിറ്റ് ചെയ്യുക. ആതിര ഇപ്പം വരും. ആതിരയ്ക്ക് വേണ്ടി. എവിടെ പോവാടാ? പളനിക്കോ? എന്തോത്തിന് പോവാടാ? വ്ളോഗ് എടുക്കുക. നാളത്തെ യൂട്യൂബിൽ കാണാനുള്ള ഡ്രസ് എന്തിടി നിന്റെ? ഓക്കെ, അങ്ങനെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. എവിടെ എത്തി? ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില്. ഓച്ചിറല്ല, കരുനാഗപ്പള്ളി. അങ്ങനെ അവരെ എത്തിയാണ്. മുട്ടയടിക്കട്ടെ? നിന്റെ ചാല ഇതിൻ്റെ മൊട്ടയാടിക്കും. നോക്കിക്കോ, ഇത് മുട്ടയാക്കും. കണ്ടോ, ഇത് മുട്ടയാക്കും. ഇല്ലില്ല, ഞാൻ എല്ലായിടത്തും വരും. ഇവിടെ ഒന്നും നടക്കത്തില്ല. അയ്യോ, കപ്പ പുഴുക്കു. കണ്ടിന്യൂസ് ഇടുക. ലൈവ് ഇടുന്നില്ല. എടി എരി ഇല്ലാത്ത കൊടുക്കടി. അടിയിലെത്താൻ എരി കാണത്തില്ല. വണ്ടിയാടാ ഇത്. ഈ ട്രെയിനല്ല പോന്നെ. കേട്ടോ, രാവിലെ 6:50 പളനി എത്തും കേട്ടോ. രാവിലെ എണീറ്റില്ല. പിന്നെ രാമ ചമ്മന്തി കൂട്ടി ഒരു കഴിക്കണം. ഒരു ചമ്മന്തി കൂട്ടി കഴിച്ചാൽ അതാ വേണ്ടേ. തീർക്കാൻ വേണ്ടി നോക്കാതെ സൂപ്പർ എന്ന് പറയണം. പക്ഷേ ഇത് കഴിയുമ്പോ സൂപ്പർ, അടിപൊളി കൊള്ളാം കേട്ടോ. സൂപ്പർ. പറയാൻ കേൾക്കാത്ത ഉള്ള കണ്ണിക്കടന്റെ വെള്ളം അതിന് വായി നാക്കില്ലാതായി പോയി. ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് ആവെന്ന് പറഞ്ഞാ നമുക്ക് മന്തി കഴിക്കാം. ഇത് തന്നെ തീർക്കട്ടെ. വിഷമത്ത് വായു വെള്ളം വരുവാ. ചിരിപ്പിക്കാനൊക്കെ ഉണ്ട്. അമ്പലമാനെ പിടിച്ചു തരാന്ന്. നക്ഷത്രം കണ്ടോ? കണ്ടോ? ലൈറ്റ് കണ്ടോ? നീ പറ. നക്ഷത്രത്തിനെ പിടിച്ചു തരാന്ന് പറ. അന്ന് നീ പിടിച്ചു.
മാറ്റാതെ പറ്റത്തില്ല. അത് ഫൗള് അമ്മയുടെ മോൻ തന്നെ ആ പണിയാ കാണിക്കുന്നത്. ട്രെയിൻ ഗൈസ് വന്നു, നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ സീറ്റെല്ലാം നോക്കി. ഏകദേശം 12 മണിയായി ട്രെയിനിൽ കയറി സെറ്റായപ്പോഴത്തേക്ക്. പിന്നെ ഉറങ്ങാൻ കിടന്നു. രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എവിടേക്കോ പിടിച്ചിട്ട് ലേറ്റായി. 7 മണി 7:30 ആയി പളനി എത്തിയപ്പോഴത്തേക്ക്. നല്ല കോലം. ബായ് പോയി 8 മണിക്ക് നേരിട്ട് ഓണം തിരിക്കും. ഓട്ടോയ്ക്ക് പോവാം. ട്രെയിൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ 10 പേരും കൂടി 2 ഓട്ടോയിലോട്ട് സ്പ്ലിറ്റായി കയറി. എന്തുവാ ഒരുപാട് വൈകിയാണ് പളനി എത്തിയത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. കാരണം വൈകിട്ടത്തെ ട്രെയിന് തന്നെ തിരിച്ചു കയറണം. അതുകൊണ്ട് അമ്പലത്തിന് താഴെയുള്ളിടത്ത് തന്നെ ഞങ്ങൾ റൂം എടുത്തു സെറ്റായി. ഇതാണ് മുടി മുറിക്കുന്ന സ്ഥലം. ഇവിടെ കൗണ്ടറിൽ ടോക്കൺ എടുത്തിട്ട് അവിടുന്ന് പുതിയ ബ്ലേഡൊക്കെ കിട്ടും. നമുക്ക് സീറ്റ് നമ്പറിനകത്ത് എടുക്കും. ആ സീറ്റിന് അവിടെ പോയി മോൻ്റെ തലമുടി മൊട്ടയടിക്കാനൊരു നേർച്ച ഉണ്ടായിരുന്നു. ഇവൻ്റെ മൊട്ടയടിക്കുന്ന 2ാമത്തെ തവണയാണ് ആകെ. കൂട്ടത്തിൽ ഞാനും ചെറുതായിട്ടൊന്ന് മുടി മുറിച്ചു. ഞാനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊട്ടയടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിന് പറ്റില്ലായിരുന്നു. നേർച്ച പറഞ്ഞത് മുടി മുറിക്കാമെന്നായിരുന്നു. സോ അങ്ങനെ മുടിയൊക്കെ മുറിച്ച് മുടി കൊണ്ടുവന്ന് അവിടെ ഒരു കാണിക്ക വഞ്ചിയുണ്ട്, അവിടെ കൊണ്ടുവന്നിടണം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി ഫ്രഷായിട്ട് അമ്പലത്തിൽ കയറണം. തൊഴുതിട്ടിറങ്ങി. ഫോൺ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയില്ല. റൂമിൽ ചെന്ന് ഫ്രഷായി തൊഴുത് നല്ലതുപോലെ തൊഴുതിട്ട് ഇറങ്ങി. ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാവരും തൊഴുത് ക്യൂ നിന്ന് തൊഴുതി. മുതൽ മുട്ടയടിച്ചു, ഇനി മുതൽ മുട്ടയടിച്ചു. രഹസ്യമായിട്ടല്ല ഞാൻ പറയുന്നത്, പരസ്യമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി കുറച്ച് ഷോപ്പിങ്ങിന് പോവാം. വള, മാല, കമ്മൽ എല്ലാം 5 വട്ടം വാങ്ങിച്ചത്. കൂളായിട്ട് പടിയൊക്കെ കയറി ഇറങ്ങിയത് മറ്റേ ചേർക്കാറിലാണ്. ഇനിയും സാധനം വാങ്ങിക്കാൻ പോവാം. ചെറിയ ഷോപ്പിങ്. വൈകിട്ട് 5 മണിക്കാണ് ട്രെയിന്. അതിനു മുമ്പ് ചെല്ലണം. ഷോപ്പിങ്ങിന് പോവാം. അങ്ങോട്ട് പടിയെല്ലാം ചവിട്ടി കയറി. ഇങ്ങോട്ട് മറ്റേ എന്ത് കാറിൽ 5 വട്ടം ഇറങ്ങിയേ? എന്തോ കാറില? ഇലക്ട്രിക് അല്ല, മേളീന്ന് റോപ്പ് വഴി. അതെന്തോ വഴിയാ? വിൻഡ് ട്രെയിൻ സംതിങ് അങ്ങനെ കണ്ടു. ഒരാൾക്ക് 30 രൂപ. വിഞ്ച് സ്പെഷ്യൽ ടിക്കറ്റ് അപ്പർ ടു ലോവർ. ഒരാൾക്ക് 30 രൂപ. അങ്ങനെ എടുത്ത് അങ്ങനെ വളരെ മലമല്ല. പക്ഷെ ഭയങ്കര വില കേട്ടോ. അതിലൊന്നും കയറാതിരിക്കുന്നത് നല്ല. ഭയങ്കര വില സീരിയസ്ലി. പിന്നെ മെയിൻ ഐറ്റം പഞ്ചാമൃതം വാങ്ങിക്കാനെ കൊണ്ട് കയറി.
രാവിലെ ഒരുപാട് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ആർക്കും അങ്ങനെ വിശപ്പ് തട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ കണ്ടില്ലായിരുന്നു ഇങ്ങനെ കാവടി കുത്തുന്ന ശൂലം കുത്തുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. കാവടി വേണോ ശൂലം കുത്തുന്നൊക്കെ ചൂടായി തുടങ്ങി. ഞാനൊരു ടീ ലവർ ആയതുകൊണ്ട് ഞാനൊരു ചായ കുടിക്കാനും കയറി നട്ടുച്ചയ്ക്ക് തന്നെ. കൂട്ടത്തിൽ അമ്മയും 100 ml ചായക്ക് ഇവിടെ 15 രൂപ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം വലുതാണ് കേട്ടോ. പിന്നെ റൂമിലൊക്കെ പോയി ചെറുതായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 4 മണി എടുത്തപ്പം എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. ഒന്ന് കഴിക്കാൻ വേണ്ടിയിലൊക്കെ ഇറങ്ങി. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാളെ കണ്ടു. എല്ലാവരും ഫോട്ടോ എടുപ്പായി. കുഞ്ഞിന് മുട്ടയടിച്ചപ്പം ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചപ്പോൾ സെറ്റായി. കയറുന്നുണ്ടോ? എന്നിട്ട് ഫോട്ടോ എടുക്കാം. കണ്ണാടിയൊക്കെ കുറേ വിഷ്ണു. സെയിം ഐറ്റത്തിന് തന്നെ പല കടയിലും പല വിലയാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ഷോപ്പിംഗ് ചെയ്യുക. ഇവിടെയാണേ റൂം എടുത്ത്. വഴിയരികിൽ കണ്ടതാണ് കാളവണ്ടിയുമായി ഒരു അപ്പൂപ്പൻ. ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഫോട്ടോ എടുത്തായിരുന്നു. തമിഴ് വായിക്കാൻ അറിയത്തില്ല. കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ എന്തിൻ്റെ ഒരു പോസ്റ്ററാണ് ഇത്. ഓട്ടോ പോലെ തന്നെ ഒരുപാട് കാളവണ്ടി ഇതുവഴിയുണ്ട്. പിന്നെ റൂമിൽ പോയി ലഗേജൊക്കെ എടുത്ത് ഒരു ഓട്ടോയ്ക്ക് തന്നെ ആ മാമൻ ഞങ്ങളെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. ഞങ്ങൾ 11 പേരും ആ ഒരു ഓട്ടോയിലാണ് കയറിയത്. അവിടെ നിന്ന് നിയമപരമായിട്ട് ഇതൊന്നും പ്രശ്നമേ അല്ല എന്നാണ് തോന്നുന്നത്. 2 or 3 പേരുണ്ടെങ്കിലും പുള്ളി അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തേനെ. ഫുഡ് കഴിച്ചത് ഭയങ്കര ഒരു തമാശയായിരുന്നു. 2 പൂരിക്ക് 55 രൂപ. നല്ലതുപോലെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഇവിടെ. അതുകൊണ്ട് നാണം കേടൊന്നും വിചാരിക്കേണ്ട. കഴിക്കാൻ കയറുന്നതിന് മുമ്പിൽ റേറ്റ് തിരക്കുന്നത് അത്രയ്ക്ക് വലിയ കുറവുള്ള കാര്യമൊന്നുമല്ല. റേറ്റ് തിരക്കി തന്നെ നമുക്ക് കഴിക്കാം. ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീറാം വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. ഒന്ന് നോക്കി വെച്ചേക്ക്. 6:30 ട്രെയിന് തിരിച്ചു പോരുക. എന്തൊരു സംഭവം ഉണ്ടായി അത് പറയാമേ. ഇവിടുത്തെ വ്യൂ നോക്കിക്കേ. കോച്ച് നമ്പർ അല്ല, പൊസിഷന്. അവനെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ആര് നോക്കൂ? നിന്നെ ആര് നോക്കൂ? അങ്ങോട്ട് പോയപ്പോൾ ടിക്കറ്റ് പലരുടെയും പല കോച്ചിലായതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റി. പിന്നെ പാട്ടായി, ബഹളമായി. അല്ല, ആ വെച്ച് തന്നെ നിങ്ങളാക്കിയോ? മുറ്റത്തെ തുളസി പോലെ ഒന്നരയ്ക്ക് എത്തേണ്ട ട്രെയിൻ ഏകദേശം 3 മണിയായപ്പോഴത്തേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. എല്ലാവരും പാതി മയക്കത്തിലായിരുന്നു. പിന്നെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്
പിന്നെ വിത്തൗട്ടാണോ? വിത്തൗട്ട് കടുപ്പം മണാലായിട്ട് വേണോ? സാധിക്കുന്നടാ. ശരി ചെയ്ത് തരാമോ? കാങ്ക് കാങ്ക് വേണ്ടയോ? അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു ദിവസത്തെ പളനി യാത്ര അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക്.